അന്ത്യരാത്രി ഭാഗം 4. നിഷാന, സജാദിക്ക, അങ്ങനെ നീ പ്ലാൻ ചെയ്തതുപോലെ നടന്നോ? ഇവിടെ വെച്ച് സംസാരിച്ചാൽ ആരെങ്കിലും കാണുമോ? കണ്ടാലും കുഴപ്പമില്ലടി, ഇത് കോളേജല്ലേ, നീ ഇവിടുത്തെ സ്റ്റുഡൻ്റാണ്, ഞാൻ സാറും. സംശയം ചോദിക്കുന്നതാണെന്ന് കരുതിക്കോളും. അത് ശരിയാണ്. നീ ഞാൻ ചോദിച്ചതിന് മറുപടി പറ. എന്ത്? നീ പ്ലാൻ ചെയ്തതുപോലെ നടന്നോ? അതിന് മറുപടി തരാൻ. നടന്നു വെക്ക. നീ എന്നാ ക്ലാസ്സിലേക്ക് പൊയ്ക്കോ. അങ്ങനെ നിഷാന ക്ലാസ്സിലേക്ക് പോയി. പക്ഷെ ഇവർ തമ്മിൽ സംസാരിക്കുന്നത് അരുൺ കാണുന്നുണ്ടായിരുന്നു. അരുൺ അവൻ്റെ ഫോണിൽ വീഡിയോ ആയിട്ട് പിടിക്കുകയും ചെയ്തു. അപ്പോൾ അവർ തമ്മിൽ എന്തോ ബന്ധമുണ്ടല്ലോ. എല്ലാവരും കൂടി ഫൈസലിനെ ചതിക്കുകയാണല്ലോ. അതിന് മാത്രമേ ഈ അരുൺ സമ്മതിക്കില്ല. ഇനി ഫൈസൽ എവിടെയാവോ? ഡാ നിഖിലേ, എന്താടാ അരുൺ? നീ അരുണിനെ കണ്ടോ? അവൻ ക്ലാസ്സിലുണ്ടല്ലോ. ഓക്കെ, ശരിടാ. അങ്ങനെ അരുൺ ക്ലാസ്സിലേക്ക് പോയി. ക്ലാസ്സിലെത്തിയെങ്കിലും അരുണിന് ഫൈസലിനെ കാണാൻ കഴിഞ്ഞില്ല. ഡി ആര്യ, നീ ഫൈസലിനെ കണ്ടോ? ഫൈസൽ ഇപ്പോൾ നിഷാന വന്നപ്പോൾ അവളെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി. അരുൺ പുറത്തേക്ക് പോകാൻ പോയപ്പോൾ ആര്യ അവനെ വിളിച്ചു. അരുൺ, എന്താ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തായാലും പിന്നെ പറഞ്ഞാൽ മതി, ഞാനിപ്പോൾ കുറച്ച് തിരക്കിലാണ്. അരുൺ അതും പറഞ്ഞ് ഫൈസലിനെ അന്വേഷിച്ചു പോയി. ഇവൻ ഇത് എവിടെ പോയി കിടക്കുന്നോ ആവോ? ഇപ്പോൾ ഇത് എവിടെയെല്ലാം നോക്കി? അരുൺ അവിടെ നിന്ന് പറഞ്ഞു. എന്നിട്ട് ചുറ്റും നോക്കി. ദേ ഇരിക്കുന്നു ഇവൻ്റെ സൊള്ളൽ. അതും പറഞ്ഞ് അരുൺ അവിടേക്ക് പോയി. ഡോ, നാളെ ക്ലാസ്സിൽ കയറണോ? കയറണം. വേണ്ട. പിന്നെ നമുക്കൊരു സിനിമയ്ക്ക് പോവാം. അയ്യോ ഡാ, എനിക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഡാ ഫൈസലേ. എന്താടാ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. കാര്യമെല്ലാം പിന്നെ പറയാം, നീ ഒന്ന് പൊയ്ക്കേ. ഞാൻ പറഞ്ഞിട്ടേ പോകൂ. ഇവനെ കൊണ്ട് വലിയ ശല്യമായല്ലോ. ഫൈസലെ, നിങ്ങൾ സംസാരിച്ചോ, ഞാൻ ക്ലാസ്സിലേക്ക് പോകുന്നു. ഡോ നിൽക്ക്, പിന്നെ പോകാം. ഇല്ല, ഞാൻ പോകുന്നു. അതും പറഞ്ഞ് നിഷാന പോയി. എന്താ നിനക്ക് പറയാനുള്ളത്? ഡാ, നിന്നെ എല്ലാവരും കൂടി ചതിക്കുകയാണ്. എന്ത്? അതെ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ ഇതൊന്ന് കണ്ടു നോക്ക്, അപ്പം മനസ്സിലാവും. ഫൈസൽ ആ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു. ഇതെന്താടാ? നിന്നെ എല്ലാവരും കൂടി പറ്റിക്കുകയായിരുന്നു, നീ ഓർക്കുന്നുണ്ടോ? എന്ത്? ഇന്ന് മാപ്പ് പറയാൻ പോയപ്പോൾ പുള്ളി നമ്മുടെ എല്ലാവരുടെയും പേര് ചോദിച്ചു. അത് കഴിഞ്ഞിട്ടൊരു പരിചയമില്ലാത്തതുപോലെ അവളുടെ പേരും ചോദിച്ചു. ആ, അത് ഓർക്കുന്നുണ്ട്. പക്ഷെ വീഡിയോയിൽ കണ്ടോ, മുൻപ് കണ്ട് പരിചയമുള്ള പോലെ ഇക്ക എന്നെല്ലാം വിളിക്കുന്നു. ശരിയാണല്ലോ. അതാ പറഞ്ഞത്, നിന്നെ എല്ലാവരും കൂടി പറ്റിക്കുകയായിരുന്നെന്ന്. അങ്ങനെ ഈ ഫൈസലിനെ പറ്റിച്ചുകൊണ്ട് നേരെ ചൊവ്വേ ഒരാളും പോകണ്ട. നീ എന്ത് ചെയ്യാൻ പോകുന്നു? ആ സജ്ജാദ് എവിടെ? സ്റ്റാഫ് റൂമിലുണ്ടാവും. എന്നാ ഓക്കെ. നീ എന്ത് ചെയ്യാൻ പോകുന്നു? അതെല്ലാം ഉണ്ട്, നീ കണ്ടോ. ഫൈസൽ നേരെ സ്റ്റാഫ് റൂമിൽ ചെന്നു. ഡാ കോപ്പേ, എല്ലാവരും കൂടി ഈ ഫൈസലിനെ പറ്റിക്കാമെന്ന് ഓർത്തോ? അതും പറഞ്ഞ് ഫൈസൽ സജ്ജാദിനെ പിടിച്ചൊരു അടിയായിരുന്നു. ഡാ ഫൈസൽ, നീ വന്നേ. അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ള സാറുമാരെല്ലാം കൂടി ഫൈസലിനെ പിടിച്ച് മാറ്റിക്കൊണ്ടുപോയി. ഫൈസൽ നേരെ ക്ലാസ്സിലേക്ക് ചെന്നു. ഡി നിഷാന, നിന്റെ മറ്റവന് കിട്ടി നല്ലത് കൊടുത്തിട്ടുണ്ട്. അതും പറഞ്ഞ് ഫൈസൽ പുറത്തേക്ക് പോയി. ഡാ ഫൈസലേ. എന്താടാ നിഖിലേ? നിന്നെ പ്രിൻസി വിളിക്കുന്നുണ്ട്. പ്രിൻസിയുടെ റൂമിൽ. സാർ. ഫൈസലേ. എന്താ സാർ? എന്നാ ഇതെന്താ? സസ്പെൻഷൻ. എന്തിന്? ഇപ്പോൾ ഒരു അധ്യാപകനെ സ്റ്റാഫ് റൂമിൽ കയറി തല്ലിയതിന്. സാർ. വാ സജ്ജാദ്, ഇരിക്ക്. എന്തെങ്കിലും പറ്റിയിരുന്നോ? ഇല്ല സാർ. സാർ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യമാണ് സജ്ജാദ്? എനിക്ക് പരാതിയൊന്നുമില്ല. അതെന്താ? ഏയ്. അതും പറഞ്ഞ് സജ്ജാദ് പോയി. അയാൾക്ക് പരാതിയില്ലാത്തത് നിന്റെ ഭാഗ്യം. അപ്പോൾ സസ്പെൻഷൻ? അയാൾക്ക് പരാതിയില്ലെങ്കിൽ പിന്നെ എന്ത് സസ്പെൻഷൻ? പൊയ്ക്കോ. അങ്ങനെ ഫൈസൽ പോയി. ഫൈസൽ പഴയതുപോലെ തന്നെയായി. മാസങ്ങൾ കടന്നുപോയി. ഫൈസലിൻ്റെ പേരിൽ ഒത്തിരി പോലീസ് കേസും, അതിൽ കൂടുതലും സ്ത്രീ വിഷയത്തിലും. ഫൈസൽ പിന്നീട് ഒരിക്കൽ പോലും നിഷാനയായി മിണ്ടിയിട്ടില്ല. കോളേജ് അവസാനിക്കുന്നതിന് ഒരു ദിവസം മുമ്പ് ക്ലാസ്സിൽ. നിഷാന. എന്താ? സോറിയിടോ, എല്ലാം എനിക്കന്ന് പറ്റിയൊരു അബദ്ധമായിരുന്നു. ഒരു വീഡിയോ കണ്ടിട്ട് ഒന്നും അന്വേഷിക്കാതെ എടുത്ത് ചാടിയത് കൊണ്ടാണ്. സോറി. എനിക്കൊന്നും കേൾക്കണ്ട. ഡോ സോറി. ഞാൻ വേണമെങ്കിൽ തൻ്റെ കാല് പിടിക്കാം. കാലൊന്നും പിടിക്കണ്ട, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയി ഇയാളെ, അതുകൊണ്ട് മാത്രം. പിന്നെ ഒരു കാര്യം, ഈ കാലം കൊണ്ട് ഒത്തിരി ചീത്തപ്പേരുണ്ടാക്കിയില്ലേ, ഇനി അതെല്ലാം നിർത്തിയേക്ക്. നിർത്തി? എൻ്റെ സമ്മതം ഇല്ലാതെ ഒരു പെണ്ണിനോട് പോലും സംസാരിക്കല്ലേ. ഇല്ല. എന്നാ ഓക്കെ. അങ്ങനെ ഫൈസലും നിഷാനയും വീണ്ടും ഒന്നായി.
പക്ഷെ അത് അധിക നേരം നീണ്ടുപോയില്ല. ഫൈസലെ, എന്താ ആര്യ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താടോ ആര്യ, താൻ പറഞ്ഞോ. ഡാ, ഇവിടെ എല്ലാ ആളുകളും ഇല്ലേ? അതിനെന്താ? ആരും ഇല്ലാത്ത സ്ഥലത്ത് വെച്ച്. എന്നാൽ താൻ വാ, അവിടെ ഒഴിഞ്ഞ ഒരു ക്ലാസ് ഉണ്ട്, അവിടെ വെച്ച് സംസാരിക്കാം. അവിടെ ആണെങ്കിൽ ആരും വരില്ല. അങ്ങനെ അവരങ്ങോട്ട് പോയി. ഇനി പറ. ഡാ, വേറെ ഒന്നുമല്ല, എനിക്ക് അരുണിനെ ഇഷ്ടമാണ്. നീ അവൻ്റെ അടുത്തുനിന്ന് സംസാരിച്ച് ഓക്കെ ആക്കി തരണം. ഞാൻ അവൻ്റെ അടുത്ത് പറയാൻ ശ്രമിച്ചിരുന്നു, പക്ഷെ അവൻ കേൾക്കാൻ തയ്യാറായില്ല. ഇത് അവിടെ വെച്ച് പറഞ്ഞാൽ എന്തായിരുന്നു? അവരെല്ലാവരും കേട്ടാലോ, അതുകൊണ്ടാ. ഓ, എന്നാൽ അവരവിടെ ഇരുന്ന് സംസാരിക്കുന്നത് നിഷാന കണ്ടു. നിഷാന അങ്ങോട്ട് ചെന്നു. ഫൈസലെ, എന്താ ഇവിടെ? എല്ലാത്തിനും ഒരു തീരുമാനമായി, ഫൈസൽ മനസ്സിൽ പറഞ്ഞു. അത് എനിക്കെല്ലാം മനസ്സിലായി. നിനക്കൊരിക്കലും നന്നാവാൻ പറ്റില്ല. ഇനി എൻ്റെ അടുത്ത് സംസാരിക്കാൻ വരരുത്. പക്ഷേ നിഷാന നിന്നില്ല. അവളായിട്ട് സംസാരിക്കാനും പോയില്ല. ക്ലാസ്സും കഴിഞ്ഞു. ഒരിക്കൽ പോലും അവൾ അവനെ വിളിച്ചതുമില്ല. വീണ്ടും മാസങ്ങൾ കടന്നുപോയി. നിഷാനയുടെ വീട്ടിൽ മോളി കല്യാണത്തിന് സമ്മതിക്കണം. ഉപ്പ, ഒരതുമില്ല. മോളി കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ നിങ്ങളാരും എന്നെ ജീവനോടെ കാണില്ല. ഉപ്പാൻ്റെ ഭീഷണിക്ക് മുന്നിൽ നിഷാന കല്യാണത്തിന് സമ്മതിച്ചു. ആര്യയുടെ കാര്യം ഫൈസൽ അരുണായി സംസാരിച്ച് അവരുടെ കല്യാണം ഉറപ്പിച്ചു. അങ്ങനെ നിഷാനയുടെ കല്യാണത്തിൻ്റെ അന്ന് ഫൈസലിൻ്റെ വീട്ടിൽ. ഫൈസലെ, എന്താ മോനെ? ഫൈസൽ ഇല്ലേ ഉമ്മ? അവൻ അകത്തുണ്ട്, ഞാൻ വിളിക്കാം. ഡാ ഫൈസലെ. എന്താ അമ്മ? ദേ നിന്റെ ചെങ്ങായി വന്നേക്കുന്നു. എന്താ അരുൺ? നീ വന്നേ. ഫൈസൽ പുറത്തേക്ക് ചെന്നു. ഡാ, നീ അറിഞ്ഞോ? എന്താടാ അരുൺ? ഡാ, ഇന്ന് നിഷാനയുടെ കല്യാണമാണ്. എന്ത്? അതെ, എനിക്ക് അവളെ കാണണം. നീ ഷർട്ട് ഇട്ടിട്ട് വാ, നമുക്ക് പോകാം. അങ്ങനെ ഫൈസലും അരുണും നിഷാനയുടെ വീട്ടിലെത്തി. കല്യാണ വീടായതുകൊണ്ട് ബന്ധുക്കൾ ഉണ്ടായിരുന്നു. പക്ഷെ രാവിലെ ആയതുകൊണ്ട് നാട്ടുകാരൊന്നും ഉണ്ടായില്ല. എന്താ വേണ്ടത്? എനിക്ക് നിഷാനയെ കാണണം. ഇന്ന് അവളുടെ കല്യാണമാണ്, കാണാൻ പറ്റില്ല. എനിക്ക് കണ്ടേ പറ്റൂ. നീ ഇവിടെ നിൽക്ക്. ആ ഉപ്പ അകത്തേക്ക് ചെന്നു. മോളെ, ആ ഫൈസൽ വന്നിട്ടുണ്ട്, അറിയാലോ. ഈ കല്യാണം നടന്നില്ലെങ്കിൽ. ഉപ്പ ഒന്ന് നിർത്തി. അറിയാം. അവൾ പുറത്തേക്ക് വന്നു. എന്താ വേണ്ടത് ഫൈസൽ? നീ എനിക്ക് പറയാനുള്ളതൊന്ന് കേൾക്ക് പ്ലീസ്. എനിക്കൊന്നും കേൾക്കണ്ട. ഇനി എന്നെ കാണാനും വരരുത്. ഇന്നെൻ്റെ കല്യാണമാണ്. ഒന്ന് പോവാമോ ഇവിടുന്ന്? ഫൈസൽ അവിടെ നിന്ന് പോയി. അരുൺ അവനെ പിടിച്ചുവെങ്കിലും അവൻ്റെ കൈ തട്ടി ഫൈസൽ പോയി. ഒരു കാര്യം ഓർത്തോ, അവനിക്ക് എന്തെങ്കിലും പറ്റിയാൽ നിങ്ങളൊന്നും സുഖമായി ജീവിക്കില്ല. ഇത് പറയുന്നത് അരുണാണ്. അതും പറഞ്ഞ് അരുൺ പോയി. നിഷാന ആ ഉമ്മറത്ത് നിന്ന് പൊട്ടിക്കരഞ്ഞു. അരുൺ ഫൈസലിനെ അന്വേഷിച്ചു, എങ്കിലും കണ്ടില്ല. ഫൈസൽ റെയിൽവേ സ്റ്റേഷനിൽ. ഇല്ല, ഇനി എനിക്ക് ജീവിക്കേണ്ട. അവൾ മധുവിധു ആഘോഷിക്കുമ്പോൾ എനിക്ക് ഈ ലോകത്തു നിന്ന് വിട പറയണം. അങ്ങനെ ഞാൻ മരിക്കാൻ തീരുമാനിച്ചു. അപ്പോഴാണ് ആ ചേട്ടൻ വന്ന് പിടിച്ചു മാറ്റിയത്. ഓ, കഥ കേട്ടിരുന്നത് കൊണ്ട് സമയം പോയതറിഞ്ഞില്ല. 10 മണി ആവാൻ ഇനി 5 മിനിറ്റ് കൂടിയേ ഉള്ളൂ. ഇന്നലെ രാത്രി 10 മണിക്ക് കഥ പറയാൻ തുടങ്ങിയതാണ്. ഇപ്പോൾ രാവിലെ 9:55 അതെ. ഫൈസൽ അങ്ങനെ ആ റെയിൽവേ സ്റ്റേഷനിൽ ചുറ്റും നോക്കി. അല്ല, ഈ കഥയിലൊരു സംശയമുണ്ടല്ലോ. സജ്ജാദ് നിഷാനയുടെ ആരായിരുന്നു? തുടരും.